100-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളാണ് ഈ ഡയറി കുറിപ്പുകൾ. തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിരുന്ന എം രാജരാജവർമ്മ സ്വകാര്യമായി എഴുതിയ രേഖാശേഖരം. 1920-കളിലെ വൈക്കം സത്യാഗ്രഹ സമയം മുതലുള്ള ചരിത്രരേഖയായി ഇതിനെ കാണാം. എം രാജരാജവർമ്മയുടെ ചെറുമകനായ ആർക്കിടെക്ട് A.G. കൃഷ്ണമേനോൻ തൻ്റെ ബന്ധുവായ എഴുത്തുകാരൻ N.S. മാധവന് കൈമാറിയ ഡയറികളുടെ 9 ബുക്കുകളാണ് പുരാരേഖാ വകുപ്പിൻ്റെ ശേഖരത്തിലേക്ക് എത്തിയത്. സഫലമായ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ ഡയറികൾ പൊതുജനങ്ങൾക്ക് പ്രാപ്യമാവും അടുത്ത് തന്നെ. ഇത് ഞാൻ തുറന്നു നോക്കാൻ ശ്രമിച്ചിട്ടില്ല, കാരണം ഏതാണ്ട് 100 വർഷം പഴക്കമുള്ള പുസ്തകമാണ്. എൻ്റെ അവിദഗ്ധമായ കൈകളിൽ അത് സുരക്ഷിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ ഇനി അതിനുള്ള കൺസർവേഷൻ, സൂക്ഷിക്കുക, ഡിജിറ്റൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾ നടക്കുകയും ഇത് പൊതുജനങ്ങൾക്ക് പ്രാപ്യമാകുകയും ചെയ്യും. രാജരാജവർമ്മയുടെ സ്വകാര്യ രേഖാശേഖരം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി N.S. മാധവനിൽ നിന്ന് ഏറ്റുവാങ്ങി. ഈ മഹാനുഭാവൻ കാണിച്ചിട്ടുള്ള ഉദാത്തമായ ഉന്നതമായ മാതൃക വാസ്തവത്തിൽ ഈ വർത്തമാനകാലത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ് എന്നാണ് എനിക്ക് രേഖപ്പെടുത്താനുള്ളത്. ബഹുമാനനായ അഭിനന്ദനായ N.S. മാധവേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങൾ കൂടി കഴിയവരായ ഞങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഞാൻ ഈ സാഹചര്യത്തിൽ അവരോട് അഭ്യർത്ഥിക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുവഴിയിൽ കൂടി പിന്നാക്കക്കാർക്ക് പ്രവേശനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ആയിരുന്നു എം രാജരാജവർമ്മ തിരുവിതാംകൂറിൽ ദേവസ്വം കമ്മീഷണറായിരുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.